ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ വീട് കുറച്ച് അടുത്ത് തന്നെയാണ്, ശരിക്കും നടന്നു പോകാനൊക്കെ ഉള്ള ദൂരം തന്നെ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ ഓട്ടോക്ക് പോകുന്നു കേട്ടോ. ഇനി തിരിച്ച് പോകുമ്പോൾ നടന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഒരൊറ്റ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഞാനും എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളെ മക്കളും എളാപ്പാൻ്റെ മക്കളും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകുന്നതാണ് കേട്ടോ. എല്ലാവരും കൂടി ആകുമ്പോൾ 2 ഓട്ടോക്കുള്ള ആളൊക്കെ ഉണ്ട്. പക്ഷേ 5 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഓട്ടോയിൽ തന്നെ എല്ലാവരും കുത്തിക്കൊള്ളിച്ച് പോകുന്നു കേട്ടോ. ശ്വാസം എടുക്കാൻ പറ്റണില്ല ഇനി. പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ അമ്മായിൻ്റെ മക്കളൊക്കെ ഉണ്ടായിനി, അവരെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഭയങ്കര സന്തോഷമായി, ഒരുപാട് കാലമായിട്ടോ എല്ലാവരും കണ്ടിട്ട്. പിന്നെ അമ്മായിൻ്റെ മോൻ്റെ വീട്ടിലേക്ക് കയറി. ഇവിടെ 2-3 വീടുണ്ട് കേട്ടോ അമ്മായിൻ്റെ മക്കളത്. അപ്പോൾ ആ വീട്ടിലൊക്കെ അങ്ങനെ കയറി. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആദ്യമൊക്കെ നമ്മുടെ തോട്ടക്കാട് സ്കൂളൊക്കെ കാണലുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ശരിക്കും കാണില്ല, ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ അവിടെ ചെന്നാലുള്ള മെയിൻ പരിപാടിയാണ് കേട്ടോ ഈ ഒരു ചെടി പറിക്കലും വിത്ത് പറിക്കലൊക്കെ. ഏത് വീട്ടിലൊരു ചെടി കണ്ടാലും അത് വേണ്ടി വരും കേട്ടോ അവർക്ക്. അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് കയറി കേട്ടോ. അവിടെ ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ടായിനി. അവിടുത്തെ മോളൊക്കെ വിരുന്ന് വന്നപ്പോൾ ഓളെ കണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്നതാണ്. ചൂടായതുകൊണ്ട് തന്നെ എല്ലായിടത്തുനിന്ന് ഞങ്ങൾ വെള്ളമാണ് കേട്ടോ കുടിച്ചത്. അവിടുത്തെ താത്ത നമുക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിനി. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും വെറൈറ്റി ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മളങ്ങനെ ഇരിച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോന്നിനിയത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനിറങ്ങി. അപ്പോൾ ഏകദേശം മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതാ കുട്ടികളൊക്കെ അപ്പുറത്തെ വീട്ടിലത്തെ ചാമ്പക്ക മരം കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന്മേൽ പോയി പിടിച്ച് തൂങ്ങുകയാണ് എല്ലാവരും. ഒത്തിരി ചാമ്പക്ക ഉണ്ട് കേട്ടോ. അതിന്മേൽ നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്, പക്ഷെ ഒരുപാട് പുയ്ക്കളായിരുന്നു കേട്ടോ. പിന്നെ മോളുവിൻ്റെ മോൾക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ പോന്ന് കിട്ടണമില്ല. അപ്പോൾ മോള് വടിയൊക്കെ എടുത്തിട്ട് ഇതാ എല്ലാവരെയും ആട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പം ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഒരുപാട് കാലമായിട്ടോ ഇതിലൊക്കെ നടന്നു പോയിട്ട്. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് ഓളാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകണത്. അമ്പത്തല്ലേ വഴിയൊക്കെ ഉണ്ടാക്കി പോയിട്ട് വഴി അറിയുന്ന ആൾ മുന്നേക്ക് വണ്ടിക്കാണ്. നമ്മൾ മുമ്പ് പോയിന് വഴിക്കൂടെ ഒന്നല്ല കേട്ടോ ഓള് നമ്മളെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ ഓളെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. ഈ കല്ലാളുണ്ട് കേട്ടോ. നടക്കുന്ന നീ നടക്കും. ഒരു 3-4 വീടിൻ്റെ ഒക്കെ പിന്നെ പുറത്തു കൂടെ ഒക്കെ ഞങ്ങൾ പോന്നിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ പോന്ന് എന്തായാലും റോഡിലെത്തിയിട്ടുണ്ട്, ഒരു സമാധാനം. ഇങ്ങനെയൊക്കെ
പക്ഷെ വെയിലാണല്ലോ. അങ്ങനെ നമ്മൾ പോകുന്നതാ നമ്മുടെ നാട്ടിലെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതാ മോളുൻ്റെ ഐശുപ്പെണ്ണിനെ ഫോട്ടോ എടുക്കുകയാണ്. ഓളാണെങ്കിൽ ഫോണൊക്കെ നോക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചുറ്റും നിന്നിട്ട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈം നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ ഞങ്ങളും. പിന്നെ ഓഡിറ്റോറിയത്തൊക്കെ നമ്മൾ കല്യാണത്തിന് വരുമ്പോഴൊക്കെയാണ്. പിന്നെ അപ്പോൾ ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ കഴിയില്ലല്ലോ. ഇപ്പം നമുക്ക് ആരുമില്ല, അപ്പോൾ ഒഴിഞ്ഞ് നിന്ന് അങ്ങനെ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ടൈം അവിടെയൊക്കെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പം ബാങ്ക് കൊടുക്കാൻ 5-10 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. താടിക്ക് പോയി ലുട്ടാപ്പിയാണല്ലോ. പോരുന്ന വഴിക്ക് നമ്മൾ മാനുൻ്റെ കടയിൽ നിന്ന് സിപ്പപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ ബാങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ മഗ്‌രിബിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കയറി. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.